Question number 7, module number 4. A hemisphere of diameter 60 mm is placed centrally over a square slab of side 50 mm and height 40 mm with its flat surface facing upward. Draw the isometric view of the combination. ഐസോമെട്രിക് വ്യൂ ഓഫ് ദ കോമ്പിനേഷൻ വരയ്ക്കാനാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഐസോമെട്രിക് സ്കെയിൽ വരയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ തന്നിരിക്കുന്ന സോളിഡ്, ഫസ്റ്റ് സോളിഡ് എ സ്ക്വയർ സ്ലാബ്, അതിൻ്റെ മുകളിലൊരു ഹെമിസ്ഫിയർ ആണ്. അപ്പോൾ ഇതിൽ സ്ക്വയർ സ്ലാബാണ് താഴെ ക്ലിയറായി തന്നിട്ടുണ്ട്. ഹെമിസ്ഫിയർ പ്ലേസ്ഡ് സെൻട്രലി ഓവർ എ സ്ക്വയർ സ്ലാബ് വിത്ത് ഫ്ലാറ്റ് സർഫസ്. ഫ്ലാറ്റ് സർഫസ് ഉദ്ദേശിക്കുന്നത് ഇത് ഫേസിങ് അപ്വേർഡ്, ഇങ്ങനെയാണ്, അല്ലാതെ ഇങ്ങനെ വരയ്ക്കരുത്, തിരിച്ച് വരയ്ക്കരുത്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ഒന്നും വരയ്ക്കാതെ തന്നെ നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. കാരണം ഡയമെൻഷൻസ് ഒക്കെ ഇതിൽ ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യനിൽ നിന്ന് എടുക്കാൻ പറ്റും. എനിവേ, ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരച്ചു കഴിഞ്ഞാൽ അതിനൊരു മാർക്ക് കിട്ടും. വരച്ചില്ലെങ്കിൽ ഈ മാർക്ക് ഇതിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകും. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് വ്യൂ, സ്ക്വയർ സ്ലാബിൻ്റെ ടോപ്പ് വ്യൂ ഒരു സ്ക്വയർ കിട്ടും, ABCD. അതിൻ്റെ മുകളിൽ ഹെമിസ്ഫിയർ ഫസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ആ സ്ക്വയറിൻ്റെ സെൻറ്ററായിട്ട് ഹെമിസ്ഫിയറിൻ്റെ റേഡിയസിൽ സർക്കിൾ വരയ്ക്കുക. സ്ക്വയർ സ്ലാബിൻ്റെ ഫ്രണ്ട് വ്യൂ ഒരു റെക്റ്റാങ്കിൾ കിട്ടും. ഹെമിസ്ഫിയറിൻ്റെ ഫ്രണ്ട് വ്യൂ ഒരു സെമി സർക്കിൾ കിട്ടും. സ്ക്വയർ സ്ലാബിൻ്റെ ഐസോമെട്രിക് വ്യൂ വരയ്ക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന പോയിൻ്റ് A ആണ്. ഒരു ഹൊറിസോണ്ടൽ തിൻ ലൈൻ വരച്ച് A മാർക്ക് ചെയ്തു. AD ആൻഡ് AB 30 ഡിഗ്രി ഇൻക്ലൈൻ ലൈൻ വരയ്ക്കുക. കാരണം AB ആൻഡ് AD ഹൊറിസോണ്ടൽ ലൈൻസ് ആണ്. ABയുടെ ലെങ്ത്ത് 50 mm, ADയുടെ ലെങ്ത്തും 50 mm. കാരണം സ്ക്വയർ സ്ലാബിൻ്റെ ലെങ്ത്ത് 50 ആണ്. ഹൈറ്റ് 40 ഹൈറ്റ് എടുത്തിട്ട് അടുത്ത റോംബസോടെ കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് സോളിഡിൻ്റെ, അതായത് സ്ക്വയർ സ്ലാബിൻ്റെ ഐസോമെട്രിക് വ്യൂ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഐസോമെട്രിക് വ്യൂ ഓഫ് ഹെമിസ്ഫിയർ വരയ്ക്കണം. ഐസോമെട്രിക് വ്യൂ ഓഫ് ഹെമിസ്ഫിയർ വരയ്ക്കാൻ ഹെമിസ്ഫിയറിൻ്റെ സ്ക്വയർ ബോക്സ് അത് 60 mm ആണ്. ആ 60 mm ഇവിടെ കൊണ്ടുവരിക. ദാറ്റ് മീൻസ് ഇത് 50 ആണ്, AB 1 to 60 ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 5 ആയിരിക്കും, ഇത് 5 mm ആയിരിക്കും. അപ്പോൾ ഇവിടത്തേക്ക് 5 എക്സ്റ്റെൻഡ് ചെയ്യുക, 5 എക്സ്റ്റെൻഡ് ചെയ്യുക. ഇവിടെയും അതേപോലെ 5 എക്സ്റ്റെൻഡ് ചെയ്യുക, 5 എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് അടുത്ത റോംബസ് കിട്ടും. ആ റോംബസിൻ്റെ ഹൈറ്റ് ഈ 30 mm ആയിരിക്കും, കാരണം ഇതിൻ്റെ റേഡിയസ് 30 ആണ്. 30 എടുത്തിട്ട് ആ റോംബസിന് ഹൈറ്റ് കൊടുക്കുക. ആ ഹെമിസ്ഫിയർ എൻക്ലോസ് ചെയ്യുന്ന സ്ക്വയർ ബോക്സ് വരയ്ക്കുക. അതിന് ഹൈറ്റ് 30 ആണ്, കാരണം ഹെമിസ്ഫിയറിൻ്റെ റേഡിയസ് 30 ആണ്. അപ്പോൾ ഇവിടുന്ന് 30 എടുത്തിട്ട് മുകളിലത്തെ റോംബസ് വരയ്ക്കുന്നു. ഈ റോംബസിനുള്ളിൽ 4 സെൻറ്റർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എലിപ്സ് വരയ്ക്കുക. ഈ ലൈനിൻ്റെ മിഡ് പോയിൻ്റിൽ നിന്ന് ഓപ്പോസിറ്റ് കോർണറിലേക്ക് ലൈൻ ജോയിൻ ചെയ്യുക. അതേപോലെ ഈ ലൈനിൻ്റെ മിഡ് പോയിൻ്റിൽ നിന്ന് ഓപ്പോസിറ്റ് കോർണറിലേക്ക് ലൈൻ ജോയിൻ ചെയ്യുക. ഇത് ഫസ്റ്റ് സെൻറ്റർ, ഈ റേഡിയസിൽ ആർക്ക് വരയ്ക്കുന്നു. ഈ സെൻറ്റർ ഈ റേഡിയസിൽ ആർക്ക് വരയ്ക്കുന്നു. പിന്നെ ഇത് സെൻറ്റർ ഈ റേഡിയസിൽ ആർക്ക് വരയ്ക്കുന്നു. ഇത് സെൻറ്റർ ഈ റേഡിയസിൽ ആർക്ക് വരയ്ക്കുന്നു. അങ്ങനെ 4 സെൻറ്റർ മെത്തേഡ് യൂസ് ചെയ്ത് എലിപ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു. ഇനി 3 സെൻറ്റർ ഈ ഡിസ്റ്റൻസ് റേഡിയസ് ആയിട്ട് എടുത്തിട്ട് സെമി സർക്കിൾ വരയ്ക്കുമ്പോൾ ഹെമിസ്ഫിയർ കംപ്ലീറ്റ് ആയി. അങ്ങനെ വരുമ്പോൾ ഈ ലെങ്ത്ത് 1.22 × 30 ആയിരിക്കും. അതുകൊണ്ട് ഐസോമെട്രിക് സ്കെയിലോ വരയ്ക്കുകയോ അല്ലെങ്കിൽ 1.22 × 30 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ട് ചെയ്യണമെന്നില്ല. ആൻസർ കീയിൽ അങ്ങനെയാണ് തോന്നുന്നു ചെയ്തത്, കാരണം ആൻസർ കീയിൽ അങ്ങനെ ഒരു കാര്യം സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ബട്ട് നമ്മൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് ഹെമിസ്ഫിയർ ആണ് വരയ്ക്കുന്നതെങ്കിൽ അതിൻ്റെ ബോക്സ് കൺവേർട്ട് ചെയ്ത് വരയ്ക്കുക. അപ്പോൾ അത് ഐസോമെട്രിക് പൊസിഷൻ കിട്ടും. ഐസോമെട്രിക് വ്യൂ ആണ് വരയ്ക്കുന്നതെങ്കിൽ അത് ഒറിജിനൽ ഡയമെൻഷൻ, അതായത് തന്നിരിക്കുന്ന ഡയമെൻഷൻ തന്നെ എടുത്തിട്ട് റോംബസ് വരയ്ക്കുമ്പോൾ അതിൽ എലിപ്സ് വരച്ചിട്ട് അതിൻ്റെ സെൻറ്റർ കണ്ടെത്തി സെമി സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ അത് ഐസോമെട്രിക് വ്യൂ ഓഫ് ഹെമിസ്ഫിയർ ആയിരിക്കും. ഓക്കെ, ഡയമെൻഷൻ ചെയ്യുക. ഇത്രയാണ്. ഇനി നമുക്കിതിൻ്റെ ആൻസർ കീ നോക്കാം. ഇതിൽ ഡ്രോയിങ് ഫ്രണ്ട് ആൻഡ് ടോപ്പ് വ്യൂസ്, ആൻസർ കീയിൽ ഫ്രണ്ട് ആൻഡ് ടോപ്പ് വ്യൂ വരച്ചിട്ടില്ല. അങ്ങനെ വരച്ച് കഴിഞ്ഞാൽ 3 മാർക്സ്, വരച്ചില്ലെങ്കിൽ ആ 3 മാർക്സും കൂടി ഇതിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകും. ഒബ്റ്റെയിനിങ് ഓഫ് ഡയമെൻഷൻസ് ഓഫ് ദ എലിപ്സ് ഫ്ലാറ്റ് സർഫസ് ഓഫ് ദ ഹെമിസ്ഫിയർ ബൈ ഡ്രോയിങ് ഐസോമെട്രിക് സ്കെയിൽ, ഇതാണ് ഞാൻ പറഞ്ഞത്, 2 മാർക്സ്. ഓക്കെ, ഇത് അങ്ങനെ ഐസോമെട്രിക് സ്കെയിൽ എടുത്ത് വരയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ റോംബസ് വരയ്ക്കുമ്പോൾ ഒറിജിനൽ ലെങ്തിലാണ് എടുത്ത് വരച്ചതെങ്കിൽ ഇതിൻ്റെ റേഡിയസ് ഈക്വൽ ടു ഐസോമെട്രിക് സ്കെയിൽ തന്നെയായിരിക്കും. ഡ്രോയിങ് ദ ഐസോമെട്രിക് വ്യൂ ഓഫ് ദ സ്ക്വയർ സ്ലാബ് 4 മാർക്ക്. ഡ്രോയിങ് ദ ഐസോമെട്രിക് വ്യൂ ഓഫ് ഹെമിസ്ഫിയർ, സ്ക്വയർ സ്ലാബ് വരയ്ക്കുന്നതിന് 4, ഹെമിസ്ഫിയറിന് 7 മാർക്സ് വിത്ത് പ്രോപ്പർ പൊസിഷനിങ് ഓവർ ദ സ്ക്വയർ സ്ലാബ്. അതായത് തിരിച്ച് വരച്ച് കഴിഞ്ഞാൽ ആ മാർക്ക് കിട്ടില്ല, അതായത് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ആ മാർക്ക് കിട്ടില്ല എന്നാണ് ഉദ്ദേശിച്ചത്. പ്രോപ്പർ ഡയമെൻഷനിങ് 2 മാർക്സ്, ജനറൽ നീറ്റ്നസ് 2 മാർക്സ്. ഇവിടെ ഒരു നോട്ടുണ്ട്. ഫുൾ മാർക്സ് ക്യാൻ ബി awarded even if the front and top views were not drawn in the isometric view of the combined solid
ഈസ് ഡയറക്റ്റ്ലി കംപ്ലീറ്റഡ്. അതായത് ഐസോമെട്രിക് വ്യൂ വരയ്ക്കുക, ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരയ്ക്കാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 3 മാർക്സും കൂടെ ഇതിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് ഫുൾ മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്ത് തന്നിരിക്കുന്നത്.